നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? മൊബൈലിലാണോ നിങ്ങളുടെ കണ്ടന്റുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഡിജിടെക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ DWM-115 എന്ന് പറയുന്ന മോഡൽ മൈക്കാണ്. ഇതൊരു വയർലെസ് മൈക്കാണ്, അതുപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് കൂടിയാണ്. മാത്രമല്ല ഇത് മൊബൈലുകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു മൈക്ക് കൂടിയാണ്. അപ്പോൾ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഡിജിടെക് എന്ന് പ്രിന്റ് ചെയ്തൊരു പേപ്പറാണ്. പേപ്പർ മാറ്റുമ്പോൾ ഒരു കവറിന്റെ അകത്ത് മൈക്ക് അടങ്ങിയ കേസും നീളത്തിലൊരു പേപ്പർ ബോക്സും കാണാം. ബോക്സിനകത്തുള്ള എല്ലാ സാധനങ്ങളും പുറത്തു വെച്ചാൽ ഇത്രയും സാധനങ്ങളാണ് വരിക. ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. മൈക്ക് നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് മാഗ്നറ്റോട് കൂടി വരുന്ന ക്ലിപ്പുകളാണ് ഇവ. ഐഫോണിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ലൈറ്റ്നിങ് പിന്നുള്ള ഒരു കണക്ടറും വരുന്നുണ്ട്. കേസ് ചാർജ് ചെയ്യാനായിട്ട് സി പോർട്ട് ചാർജിംഗ് കേബിളാണിത്. വിൻ നോയ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് 2 വിൻഷീൽഡും വരുന്നുണ്ട്. ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ യൂസർ മാനുവൽ. ഈ കേസിനുള്ളിലാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. ഇതൊരു കേസ് മാത്രമല്ല, ഒരു ചാർജിംഗ് ഡോക്ക് കൂടിയാണ്. കേസ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് മൈക്കുകളും റിസീവറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് 2 മൈക്കുകളുടെ റിസീവർ ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സി ടൈപ്പ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. റിസീവറിന് പവർ കൊടുക്കാനായിട്ട് സി ടൈപ്പ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. റിസീവറിന്റെ മറ്റൊരു വശത്ത് മഞ്ഞ കളറിലൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് മൈക്കുകളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ആണ്. ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഇതൊരു ബട്ടൺ ഷേപ്ഡ് മൈക്കാണ്. നമ്മുടെ 5 രൂപ കോയിന്റെ അത്ര മാത്രമേ ഇതിന് വലിപ്പം ഉണ്ടാകത്തുള്ളൂ. മൈക്കിന്റെ ഈ ഗ്രില്ലിലൂടെയാണ് വോയിസ് അബ്സോർബ് ചെയ്യുന്നത്. മൈക്ക് ഓൺ ആക്കാനും മോഡ് ചേഞ്ച് ചെയ്യാനും ഒരു മഞ്ഞ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിൽ കൂടെയാണ് മൈക്ക് ചാർജ് ചെയ്യുന്നത്. മൈക്കിന്റെ പുറകുവശത്ത് ഒരു ഡിറ്റാച്ചബിൾ മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്. മൈക്കിന്റെ ബട്ടണിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആവും. ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ റിവേർബ് മോഡാണ് ഓൺ ആവുക. ഇനി ബട്ടൺ 3 പ്രാവശ്യമാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ മൈക്ക് മ്യൂട്ട് ആവും. മൈക്കിൽ വിൻഷീൽഡ് ഇട്ടാൽ ഇതുപോലെയാണ് ഇരിക്കുക. മൈക്ക് ചാർജിംഗ് മോഡിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ പച്ച കളറിലായിരിക്കും ഇൻഡിക്കേഷൻ കാണിക്കുക. കൂടാതെ കേസിൽ ഒരു റിയൽ ടൈം ഡിസ്പ്ലേയും അവൈലബിൾ ആണ്. കേസിന്റെ ഒരു സൈഡിലായിട്ട് ചാർജർ കണക്ട് ചെയ്യാനായിട്ട് സി ടൈപ്പ് പോർട്ടും കാണാം. മൈക്കിന് പുറകിലുള്ള ഡിറ്റാച്ചബിൾ മാഗ്നറ്റ് എടുത്തിട്ട് അത് നമ്മുടെ ഡ്രസ്സിനുള്ളിൽ വെച്ചിട്ട് മൈക്ക് പുറത്ത് വെച്ചിട്ടാണ് സാധാരണ ഇത് യൂസ് ചെയ്യുക. ഇനി മൈക്ക് പുറത്ത് കാണണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്ത് നമ്മുടെ ഡ്രസ്സിനുള്ളിൽ വെച്ചിട്ട് മാഗ്നറ്റ് പുറത്ത് വെച്ചിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ അപ്പോഴും മാഗ്നറ്റ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ഇതിന്റെ കൂടെയുള്ള ക്ലിപ്പ് എടുത്ത് നമ്മുടെ ഡ്രസ്സിൽ വെച്ചതിന് ശേഷം അതിലെ മാഗ്നറ്റിലേക്ക് മൈക്ക് അറ്റാച്ച് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം. മൈക്കിൽ വിൻഷീൽഡ് വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൽ വെച്ചാൽ കാണാൻ ഇതുപോലെ ഇരിക്കും. ഹലോ, ഇപ്പൊ നിങ്ങൾ കേട്ടത് ഈ മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ്. ഇതിന്റെ അകത്ത് ഇപ്പോ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഈ റൂമിന്റെ അകത്തുള്ള ആ ഫാനിന്റെ നോയിസ് ഒന്നും ഇതിന്റെ അകത്ത് കിട്ടുന്നില്ല. ഇനി ഈ നോയിസ് ക്യാൻസലേഷൻ ഞാൻ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ആ റൂമിന്റെ അകത്തുള്ള ആ ഫാനിന്റെ ആ ഒരു നോയിസും കാര്യങ്ങളും ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ വീണ്ടും പഴയതുപോലെ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാണ്. നോർമലായി. ഇനി ഇതിൻ്റെ അകത്ത് ഒരു മോഡും കൂടെ ഉണ്ട്, അതായത് റിവേർബ് മോഡ് എന്ന് പറയും. അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മോഡായിരിക്കും. അത് കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു റിവേർബ് മോഡാണ്. ഒരു എക്കോ മോഡിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്യാണ്. ഇപ്പൊ വീണ്ടും പഴയതുപോലെയായി. ഇനി ഞാൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. മ്യൂട്ട് ചെയ്തപ്പോൾ വോയിസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ മൈക്കിന്റെ അകത്തുള്ള മോഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കേസ് ചാർജ് ചെയ്യാനായിട്ട് 2.5 മണിക്കൂറാണ് വേണ്ടത്. മാത്രമല്ല ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 400 mAh ആണ്. കൂടാതെ ഇതിന് 6 മണിക്കൂർ റൺ ടൈമും കിട്ടുന്നുണ്ട്. ഇനി മൈക്കിന്റെ വിലയും കൂടെ എന്ന് പറയാം 5495 രൂപയാണ് ഇതിന്റെ MRP റേറ്റ് എന്ന് പറയുന്നത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തത്. ആമസോണിൽ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. കൂടെ ഒരു മാർക്കറ്റ് പ്ലേസ് ഫീയും കൂടെ ആഡ് ആയിട്ട് 3018 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തത്. മാത്രമല്ല ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇതൊരു പ്രൊഫഷണൽ മൈക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഗിനർ മൈക്കാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി തീരെ മോശമൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വീഡിയോസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രസന്റേഷനും കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മൊബൈലിലാണ്. ക്യാമറയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. മൊബൈലിലാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ 360 ഡിഗ്രി സൗണ്ട് ക്യാപ്ചറും 40 മീറ്റർ വയർലെസ് ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. മാത്രമല്ല ഇതുപോലുള്ള പ്രോഡക്റ്റ് റിവ്യൂസിനും മറ്റ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.